ഹലോ ഗൈസ്, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതായത് ഞാൻ ഇടുന്ന അധികം നഴ്സിംഗ് റിലേറ്റഡ് വീഡിയോസിലും ചോദിക്കുന്നുണ്ട് ഈ സ്റ്റുഡൻസ് നമ്മൾ LBSന് എങ്ങനെ അപ്ലൈ ചെയ്യും, ഏത് സമയത്താണ് അപ്ലൈ ചെയ്യേണ്ട സമയം ആയിട്ടുണ്ടോ, മെയിനായിട്ട് നമ്മൾ ഏതൊക്കെ മാർക്ക് സ്കോറാണ് നോക്കുന്നത്, നമുക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം നമ്മുടെ +1 +2 റിസൾട്ടിൻ്റെ സമയത്ത്, എങ്ങനെ നമുക്ക് LBSന് അപ്ലൈ ചെയ്യാൻ പറ്റും, നമ്മുടെ എലിജിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും, എന്താണ് LBS, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് LBS എന്ന് പറയാം. LBS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റാണ്. LBS എന്താണ്, LBSന് എങ്ങനെ അപ്ലൈ ചെയ്യാം, നമ്മുടെ എലിജിബിലിറ്റി, അതായത് LBSന് ചെക്ക് ചെയ്യാനുള്ള നമ്മുടെ എലിജിബിലിറ്റി നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, നമുക്ക് എത്ര സ്കോർ വേണം +1 +2ൽ, ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ സ്കോറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ LBS അപ്ലിക്കേഷൻ എടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അധികം പേരും ചോദിക്കുന്നത്. അപ്പോൾ LBSന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കൂടുതൽ നഴ്സിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി നിങ്ങൾക്ക് ചാനലിൽ ബാക്കി വീഡിയോസ് സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം എന്താണ് LBS എന്ന് പറയാം. അപ്പോൾ LBS എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഗവൺമെൻറ് പാരാമെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കോഴ്സിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഗവൺമെൻറ് സീറ്റ്സിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു അലോട്ട്മെൻറ്റ് സൈറ്റാണ് എന്തെന്ന് പറയുന്നത് ഈ LBS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ വരുന്ന LBS സെൻറ്റർ, അവരുടെ വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം. ഈ വെബ്സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു സൈറ്റിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ LBS സെൻറ്റർ മുഖേനയാണ് നമ്മൾ പൊതുവെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിനൊക്കെ നമ്മുടെ കേരളത്തിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഗവൺമെൻറ് സീറ്റിലേക്കുള്ള അഡ്മിഷൻസും അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് കോളേജസിൽ, അതായത് ഏത് പ്രൈവറ്റ് കോളേജസിലും ലിമിറ്റഡ് സീറ്റ്സ് മെറിറ്റ് വഴിയാവുമല്ലോ പിള്ളേരെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു സൈറ്റാണ് ഈ LBS ആപ്ലിക്കേഷൻ സൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ LBS സെൻറ്റർ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് വരുന്നത് 12ഓളം പാരാമെഡിക്കൽ കോഴ്സസും അതിൻ്റെ കൂടെ തന്നെ BSc നഴ്സിംഗ്, ഇത്രയും കോഴ്സസാണ് ഈ LBS സെൻറ്ററിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഏത് സമയത്താണെന്ന് പറയുമ്പോൾ നമ്മൾ +2 എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ +2 എക്സാമിൻ്റെ റിസൾട്ട് വരാറാവുന്ന സമയമാകുമ്പോഴേക്കും LBSൻ്റെ വെബ്സൈറ്റ് എന്ത് ചെയ്യും, അവർ LBS സെൻറ്റേഴ്സ് എന്ത് ചെയ്യും, അവരുടെ അലോട്ട്മെൻറ്റ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആദ്യം അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അപ്ലിക്കേഷനാണ് വരുന്നത്. അതായത് LBS സെൻറ്റർ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കൊടുക്കും സ്റ്റുഡൻസിന്. അപ്പം നമുക്കിത് അക്ഷയ സെൻറ്റേഴ്സ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്ഷയയിൽ പോയിട്ട് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനൊരു ചെറിയ ഫീസ് അവർ ഈടാക്കും ഈ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ വരുന്ന 12 കോഴ്സസ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുക, അതിന് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും 12 പരം കോഴ്സസും അതുപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സസുമാണ് LBS സെൻറ്ററിൽ മെയിനായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് LBS സൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് അക്ഷയ സെൻറ്ററിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചെയ്യാൻ സുഖം, കാരണം അവർ എല്ലാ കാര്യങ്ങളും ചെയ്ത് റെഡിയാക്കി തരും. നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഡോക്യുമെൻറ്റ്സിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്, കാരണം അത്യാവശ്യം എല്ലാ ഡോക്യുമെൻറ്റ്സും നമുക്ക് ഒന്ന് നല്ലപോലെ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യാം. പിന്നെ ഏത് സമയത്താണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ +2 എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വരാറാവുന്ന സമയത്താണ് അവർ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എലിജിബിലിറ്റി നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്താൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ, LBS വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എത്ര മാർക്ക് വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ 50% മുകളിൽ മാർക്ക് വേണമെന്നാണ് പറയുന്നത്. അതായത് 50% കൂടുതൽ +1 +2ൽ അവർക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ അവർ പഠിച്ചേക്കുന്നത് സയൻസും കൂടെ ആയിരിക്കണം. സയൻസിൽ 50% മാർക്ക്, ഇതാണ് അവർ മെയിനായിട്ട് പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇൻഡെക്സ് വീഡിയോയുടെ ഒരു വീഡിയോ ഷോർട്സിൽ ഇട്ടായിരുന്നു, കാരണം ഇൻഡെക്സ് സ്കോറിന്റെ ബേസിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, നമുക്ക് അലോട്ട്മെന്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ മേഡപ്പ് ചെയ്യുന്നത്. നഴ്സിംഗ് ഓർ പാരാമെഡിക്കൽ കോഴ്സസിന് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ +1 +2, അതായത് നമ്മൾ ഇൻഡെക്സ് മാർക്കിന് മെയിനായിട്ട് എടുക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 സബ്ജക്റ്റിലും നിങ്ങൾക്ക് മാക്സിമം സ്കോർ ഉണ്ടായിരിക്കണം.
അതായത് ഈ 3 വിഷയത്തിലും നല്ല മാർക്ക് കിട്ടിയാൽ മാത്രമേ ഇൻഡെക്സ് സ്കോർ നമുക്ക് അത്യാവശ്യം നല്ലപോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് 300-ലാണ് വരുന്നത്. നമ്മുടെ ഇൻഡെക്സ് മാർക്ക് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ +1 +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഈ 3 സബ്ജക്റ്റിന്റെ മാർക്കിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഈ 3 സബ്ജക്റ്റിൽ നമുക്ക് മാക്സിമം മാർക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇൻഡെക്സ് സ്കോർ അത്യാവശ്യം നല്ലപോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുമ്പോൾ 300-ലാണ് നമ്മൾ നോർമലായിട്ട് പറയുന്നത്. ഇൻഡെക്സ് മാർക്ക് ഇങ്ങനെ എടുക്കണം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ജസ്റ്റ് ഒരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഷോർട്സ് വീഡിയോസിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഡെക്സ് സ്കോർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ LBSന്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പർ, കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്യും. കാരണം അത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തിരിക്കണം. എന്നിട്ട് ഇവർ ഈ LBSന്റെ സൈറ്റ് എന്ത് ചെയ്യും, ഇത്ര സമയം എന്നുള്ളൊരു ഗ്യാപ്പ് വെക്കും. ഈ ഗ്യാപ്പ് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവരെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. നമ്മൾ കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ, എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് അവർ നെക്സ്റ്റ് കുറച്ച് ദിവസം തരും. ഈ നെക്സ്റ്റ് വരുന്ന കുറച്ച് ദിവസം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ നമുക്ക് എന്തെങ്കിലും തിരുത്തൽ വരുത്താനുണ്ടോ, എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്താനുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പിന്നെ വരുന്ന നെക്സ്റ്റ് ഡേയ്സ് പറയുന്നത്. അപ്പോൾ ഈ ദിവസത്തിനകം എന്ത് ചെയ്യണം, നമ്മൾ അതും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇൻഡെക്സ് സ്കോറിന്റെ ബേസിൽ, പിന്നെ നമ്മുടെ മെറിറ്റിന്റെ ബേസ്, അതായത് നമ്മുടെ ഇൻഡെക്സ് സ്കോറിന്റെ ബേസിൽ അവർ എന്ത് ചെയ്യും, ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ജസ്റ്റ് ഒരു മോഡൽ റാങ്ക് ലിസ്റ്റ് ആണ് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം അവരെന്ത് ചെയ്യും, നഴ്സിംഗിന് ഒരു സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസിന് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ്, അങ്ങനെ 2 ടൈപ്പ് റാങ്ക് ലിസ്റ്റാണ് നമ്മൾ LBSന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരുന്നത്. ഈ LBSന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരുന്ന ഈ റാങ്ക് ലിസ്റ്റ് എത്രയാണോ, അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അലോട്ട്മെന്റ് കിട്ടൂ, അതായത് സീറ്റ് കിട്ടൂ ഇല്ലേ എന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. ഈ സ്റ്റുഡൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ വരുന്നുണ്ട്, എത്ര ഇൻഡെക്സ് മാർക്ക് കിട്ടിയാലാണ് നമുക്ക് LBSന് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അലോട്ട്മെന്റ് നമുക്ക് സീറ്റ് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കോളേജിൽ സീറ്റ് കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റുഡൻസും അത്യാവശ്യം ട്യൂഷന് പോയിട്ടാണെങ്കിലും സെൽഫായിട്ടാണെങ്കിലും നല്ലപോലെ +1 +2 പഠിച്ചിട്ട് മാക്സിമം മാർക്ക് വാങ്ങിക്കുന്ന പിള്ളേരാണ്. അതായത് അവരുടെ ഈ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സിൽ തന്നെ ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന പിള്ളേർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് സ്കോർ നോക്കുന്ന സമയത്ത് ഈ പിള്ളേരുണ്ടാവും 300-ൽ 300 പേര്, അതായത് ഈ പിള്ളേർ എന്തായിരിക്കാം 300-ൽ 300 മാർക്കും ഇൻഡെക്സ് സ്കോർ നേടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇപ്പോഴത്തെ കാലം എന്ന് പറയുമ്പോൾ ഓരോ അലോട്ട്മെന്റിന്റെ സമയത്തും എന്ത് ചെയ്യുന്നു, ഈ ഇൻഡെക്സ് മാർക്ക് 300-ൽ 300 കിട്ടുന്നവരുടെ എണ്ണം തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ അലോട്ട്മെന്റ് നടക്കുന്നത് എങ്ങനെയാന്ന് പറയുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ബേസിലാണ് നടക്കുന്നത്. കാരണം ഹൈ മാർക്ക് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, നേരത്തെ അലോട്ട്മെന്റിൽ കിട്ടിയിട്ട് പോവാം. അതായത് ഇപ്പോൾ 300-ൽ 300 മാർക്കും കൂടെ ഇൻഡെക്സ് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ആൾക്കാരാണ്. അതായത് ഫസ്റ്റത്തെ റാങ്ക് ലിസ്റ്റ് ഒരു 10 പേര് അല്ലെങ്കിൽ 20 പേര് 300-ൽ 300 മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ ഈ സ്റ്റുഡൻസിന് ഇംഗ്ലീഷിന്റെ സ്കോറും കൂടെ നോക്കും. ഇംഗ്ലീഷിന്റെ സ്കോറും കൂടെ കൂട്ടിയിട്ട് ആണ് പിന്നെ അവർ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. അതിലാർക്കാണോ ഏറ്റവും കൂടുതൽ മാർക്ക് അവർക്ക് നേരത്തെ അലോട്ട്മെന്റ് കൊടുക്കും. ഇതാണ് നമ്മുടെ കേരളത്തിൽ നടത്തുകൊണ്ടിരിക്കുന്ന ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം പിന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് പറയുമ്പോൾ, അടുത്തത് നമുക്ക് ആവശ്യമുള്ള കോളേജ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏത് കോളേജാണ് വേണ്ടത് ആ കോളേജ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അലോട്ട്മെന്റ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള കോളേജ് ഏതാണോ അതിന് പ്രയോറിറ്റി ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ അപ്ലൈ ചെയ്തിടണം. അതായത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ജില്ലയിൽ നമ്മൾ ഇത്ര കോളേജ് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ 1, 2, 3, 4 അതിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഏതാണോ ആ കോളേജസ് കൊടുക്കുക. പിന്നെ മാക്സിമം കൊടുക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് എല്ലാ കോളേജസിലും എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ വെച്ചിരിക്കാൻ ശ്രമിക്കുക. എന്നാലും നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഇത് 300-ൽ കുറവ്, ഇൻഡെക്സ് ഇപ്പോൾ 290, 95-ലൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറയുന്നത്. കാരണം മാക്സിമം കോളേജിൽ കൊടുത്തിട്ടാൽ നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടിയെന്ന് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കോളേജ് മാത്രം കൊടുത്താൽ ചിലപ്പോൾ ഹൈ മാർക്കുള്ള അവിടത്തോട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള വേറെ പിള്ളേർ എന്ത് ചെയ്യാം, ആ കോളേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടാണ്ട് വരാം. അതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് നെക്സ്റ്റ് പ്രോസസ്സ്, ഈ കോളേജ് എന്ത് ചെയ്യും, ആദ്യം അലോട്ട്മെന്റ് വെക്കും. അവർ ജസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെന്റ് ഇടും. അപ്പൊ അതിൽ കുറെ പേർക്ക് ആ കോളേജ് കിട്ടി, ഈ കോളേജ് കിട്ടിയെന്നൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അവരെന്ത് ചെയ്യും, പിന്നെ അവര് ജസ്റ്റ് റിയൽ ആയിട്ടുള്ള അലോട്ട്മെന്റ് ഇടും. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, ഈ 3 മെയിൻ ആയിട്ട് വരും. പിന്നെ അതിനുശേഷം സ്പോട്ട് അലോട്ട്മെന്റ്, സ്പെഷ്യൽ അലോട്ട്മെന്റ്, അങ്ങനെ കുറെ അലോട്ട്മെന്റ് വന്നിട്ട് ബാക്കിയുള്ള സീറ്റിലോട്ടുകൂടെ അവരെന്ത് ചെയ്യാം, സ്റ്റുഡൻസിനെ എടുത്തിട്ട് അവരുടെ സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ കോളേജും ശ്രമിക്കുന്നത്. പിന്നെ
ഈ മെറിറ്റിന്റെ ബേസിലല്ലാണ്ട് വേറെ നമ്മുടെ അതായത് ഇപ്പൊ നമ്മുടെ ജാതി മതം അങ്ങനത്തെ ബേസിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ബേസിലോ ഒക്കെ നമുക്ക് എന്ത് കിട്ടാം, നമുക്ക് റാങ്ക് ലിസ്റ്റ് അവർ സെപ്പറേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ റാങ്ക് ലിസ്റ്റ് വരുന്നതിന്റെ കൂടെ തന്നെ അതും കാണും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടും ചിലപ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റി കോട്ടയാണെങ്കിൽ ഇപ്പോൾ ഒരു മുസ്ലിം സ്റ്റുഡൻസ് ആണെങ്കിൽ മുസ്ലിം സ്റ്റുഡൻസിന് ഒബിസി കാറ്റഗറിയിൽ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് ബേസ് ചെയ്തിട്ട് അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഏത് കോളേജുകാരാണെങ്കിലും അവർ ഇത്ര സീറ്റ് മെറിറ്റ്, ഇത്ര സീറ്റ് കമ്മ്യൂണിറ്റി മെറിറ്റ്, ഇത്ര സീറ്റ് വേറെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. പിന്നെ NRI കോട്ടകൾ വന്നിട്ടുണ്ടാവും. NRI കോട്ട എന്ന് പറയുമ്പോൾ ഈ അബ്രോഡിലുള്ള പാരന്റ്സിന്റെ മക്കളുണ്ടാവുമല്ലോ. അപ്പൊ വിദേശത്ത് നിൽക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഇവിടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അഡ്മിഷൻ എടുക്കാനുള്ള ഒരു വഴിയാണ് ഈ NRI എന്ന് പറയുന്നത്. അതിന് എക്സ്ട്രാ ഡൊണേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡയറക്റ്റ് മാനേജ്മെന്റ് സീറ്റിലോട്ട് മാനേജ്മെന്റ് കോട്ട വഴി അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോ സീറ്റ്സിനും, ഒരു കോളേജിൽ ഇത്ര സീറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ഇത്ര സീറ്റിനെ ഡിവൈഡ് ചെയ്ത് ഓരോന്നിനും മാറ്റി വെക്കണം എന്ന് നമ്മുടെ റൂൾ വരുന്നുണ്ട് ഗവൺമെന്റിന്. അതുകൊണ്ടാണ് എല്ലാ കോളേജിലും എല്ലാ അഡ്മിഷനും നടക്കുന്നത്. LBS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവം. ഇതല്ലാണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ ആൻസർ ചെയ്യാം.